എടി, നീ ഉദ്ദേശിക്കുന്ന മാതിരി സ്ത്രീയല്ല അവരിവിടുത്തെ ഗ്രാമസേവികയാണ്. അതെന്താ? ഗ്രാമസേവക സ്ത്രീയല്ലേ? ഞാനിവിടെ ഇല്ലാത്തപ്പോ 1 മണിക്കൂർ നേരം ഇവിടുന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ? അവരോട് പിന്നെ വരാൻ പറഞ്ഞ പോരായിരുന്നോ? എടി, നിനക്ക് പണ്ട് മുതൽക്കേ ഉള്ളതാണ് ഈ സംശയിക്കുന്ന സ്വഭാവം. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. അവരിവിടെ വന്നു, സംസാരിച്ചു, പറഞ്ഞു വിടുകയും ചെയ്തു. കാര്യം നിസ്സാരം. ആഹാ, പണ്ട് മുതൽക്കേ എനിക്കറിയാം. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. ആരെ കണ്ടാൽ ഇരുന്നങ്ങ് വർത്തമാനം പറയും. ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ കോടതി പറഞ്ഞെങ്കിൽ എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു? എടി, നീ പിന്നെയും തുടങ്ങിയ കോടതി എന്ന് പറഞ്ഞു. ഈ കോടതിയുടെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ വക്കീൽ പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്കറിയാം. എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. പിന്നെ നീ എന്തിനാ എന്റെ പുറകെ ഇറങ്ങി വന്നത്? ഞാനല്ലല്ലോ അങ്ങോട്ട് കല്യാണം എന്ന് പറഞ്ഞു വന്നത്, നീയല്ലേ? റോഡിൽ പോകുന്നവരൊക്കെ എത്തി നോക്കുന്നു. എത്തി നോക്കട്ടെടി. റോഡിൽ പോകുന്നവർ മാത്രമല്ല, ഈ ലോകം മുഴുവൻ എത്തി നോക്കട്ടെ. എല്ലാരും അറിയട്ടെ നിന്റെ മമ്മിയുടെ സ്വഭാവം. എന്നാ പിന്നെ മമ്മിക്കെങ്കിലും ഒന്നും ഉണ്ടായിരുന്നൂടെ? അപ്പുറത്ത് എന്നെ കൊച്ചാക്കിയില്ലേ? അവരുടെ മുമ്പ് നിങ്ങൾ എന്നെ കൊച്ചാക്കിയില്ലേ? കഴിക്കണ്ട, ആരും ഒന്നും കഴിക്കണ്ട. പാടുപെട്ടുണ്ടാക്കിയതാ പാവയ്ക്ക കൊണ്ടാട്ടം. സംശയമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രു. എന്റെ അമ്മണിക്കുട്ടി എന്നെ സംശയിക്കുന്നു? ഒരിക്കലുമില്ല. എനിക്കറിയാം എന്റെ ചേട്ടൻ എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഞാനല്ലാതെ മറ്റു സ്ത്രീയെ പറ്റി ചിന്തിക്കാൻ പോലും ചേട്ടന് കഴിയില്ല. പക്ഷേ എനിക്കറിയാം ചേട്ടൻ എന്നെ സംശയിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ സംശയിക്കും. അല്ലെങ്കിൽ ദൈവം എന്തിനാണ് നിന്നെ ഇത്രയും സുന്ദരിയായി സൃഷ്ടിച്ചത്? എന്റെ അമ്മണിക്കുട്ടി എന്നെ സംശയിക്കുന്നു? ഒരിക്കലുമില്ല. എനിക്കറിയാം എന്റെ ചേട്ടൻ എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഞാനല്ലാതെ മറ്റു സ്ത്രീയെ പറ്റി ചിന്തിക്കാൻ പോലും ചേട്ടന് കഴിയില്ല. പക്ഷേ എനിക്കറിയാം ചേട്ടൻ എന്നെ സംശയിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ സംശയിക്കും. അല്ലെങ്കിൽ ദൈവം എന്തിനാണ് നിന്നെ ഇത്രയും സുന്ദരിയായി സൃഷ്ടിച്ചത്? ഇനി നീ എന്തായി കാണിക്കുന്നത്? ഒന്ന് പിടിച്ച് വലിക്കാതെ തന്നെ. ചേച്ചി, ദേ മമ്മി കട്ടിൽ വലിച്ച് മാറ്റിയിടുക. ഇതൊക്കെയാണെങ്കിലും മമ്മിയും ഡാഡിയും കൂടെ വഴക്കുണ്ടാക്കിയാലേ ഈ വീട്ടിൽ നിന്നൊരു ജീവനുള്ളൂ. ചേച്ചി, ചേച്ചി, ചേച്ചി ഇപ്പൊ എന്താ ആലോചിച്ചത്? ഒന്നുമില്ല. കള്ളം പറയൂ ചേച്ചി, എന്താ ആലോചിച്ചത്? ഞങ്ങൾക്ക് ഈ വർഷം കെമിസ്ട്രി എടുക്കുന്നത് കുമാർ സാറാ. നീ സാറിനെ കണ്ടിട്ടുണ്ടോ? ഓഹോ, അത് ശരി. അപ്പോ ചേച്ചി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അല്ലേ? എന്തു ഭംഗിയാണെന്നോ, എന്തൊരു നിറം. പക്ഷെ പഠിപ്പിക്കാൻ കൊള്ളത്തില്ല. എന്നാലും ഞങ്ങളാരും അങ്ങേരുടെ ക്ലാസ് കട്ട് ചെയ്യാറില്ല. അങ്ങേരെ കണ്ടുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാ. ചേച്ചി ഇപ്പൊ കോളേജിൽ പോകുന്നത് പഠിക്കാനോ അതോ ലെക്ചറെ കാണാൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് സൈക്കിൾ യജ്ഞത്തിനൊന്നും പോയില്ലയോ? പിന്നെ ഇപ്പൊ ഇങ്ങോട്ടൊന്ന് കയറിയതല്ലേ ഉള്ളൂ. 2 ദിവസമായി ഇവനെ തുടച്ചിട്ട്. എന്നാൽ അങ്ങ് നടത്തിക്കളാമെന്ന് കരുതി. ഞാൻ വന്നത് പിള്ളച്ചനെ കണ്ട ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാ. എന്താ കാര്യം? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള 20ാമത്തെ വാർഷികമാണെന്ന്. ഒരു 5-8 പേരെ ക്ഷണിച്ചിട്ടുള്ളൂ. ഒരു എക്സ്ക്യൂസും പറയണ്ട. വൈകുന്നേരം അവിടെ എത്തണം. നിങ്ങളെ മാത്രം ക്ഷണിച്ചാൽ മതിയോ അതോ ഭാര്യയോട് പ്രത്യേകം പറയണോ? വേണ്ട വേണ്ട, ആണുങ്ങൾ തമ്മിലുള്ള കാര്യം ആണുങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്താൽ മതി. ഞാനും ആനയും സഹകരണാടിസ്ഥാനത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് സാഹസികമായ 20 വർഷം തികയുന്ന സുദിനമാണ്. മറ്റൊന്നും പറയണ്ടല്ലോ? ഒന്നും പറയണ്ട, ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ആ,
ദേ എന്തോ അങ്ങനെ ഒന്ന് പറയുന്ന കേട്ടെ. അത് 20 വർഷമായിട്ട് പുള്ളി അനുഭവിക്കുന്ന യാതൊരുടെ വാർഷികമാണെന്ന് പറയുകയായിരുന്നു. അതായത് വിവാഹ വാർഷികം. വിവാഹ വർഷം ആയാലെന്താ? ഇവിടെ ബാക്കിയുള്ളവരടുത്തൊന്ന് പറയണ്ടേ? അല്ല, അയാളുടെ ധാരണയിൽ ഭർത്താവാണ് വീട്ടിലെ ഗ്രഹനാഥൻ. അതുകൊണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് താഴെയാണ് എല്ലാവരും എന്നാണ് അയാളുടെ വിശ്വാസം. ആഹാ, ഇവിടെ ഞാനുണ്ട്, അകത്ത് 2 പെമ്മക്കളുണ്ട്. അവരോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ല, ആ ആനിക്കൊന്നും ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ എന്താ? അല്ല, അത് പിന്നെ വന്ന് പറയുമായിരിക്കും. എന്നാലും നമ്മൾ അയൽപക്കമെന്ന് കരുതി ബഹളമുണ്ടാക്കാതെ ഇന്ന് ആ വീട്ടിൽ ചെന്ന് അവരുടെ ദുഃഖത്തിൽ വേദനയിൽ പങ്കുകൊള്ളുക. ദുഃഖം? ആ, വിവാഹ വാർഷികം. തന്നോട് 100 തവണ പറഞ്ഞു റിക്കാർഡ് വരയ്ക്കാതെ പ്രാക്ടിക്കൽ ക്ലാസ് വരണ്ടെന്ന്. ഇതൊന്നും സമയത്ത് വരച്ചുകൊണ്ട് വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? എന്റെ പൊന്നു സാറേ, ഇങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ല. വീട്ടിലിരിക്കാൻ അച്ഛനും അമ്മയും സമ്മതിക്കില്ല. അവര് പറയുന്നത് കോളേജിൽ പോയാൽ വീട്ടിലിരിക്കുന്നതിനേക്കാളും ചെലവ് കുറവാണ്. ആ, പോണം പോണം. നിങ്ങളുടെ ഭാവി നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ദൈവം അറിഞ്ഞ ഓരോരുത്തർക്കും ഓരോ അവസരം തരുന്നത്. സെക്കൻഡ് ഡേസിക്ക് പഠിപ്പിക്കേണ്ട ഞാനാ വേണ്ട തൂക്കെറിഞ്ഞ് ഇങ്ങോട്ടിട്ട്. ആ, എന്റെ ശുക്രൻ തെളിഞ്ഞെന്നാ തോന്നുന്നത്. ഞാൻ പ്രാർത്ഥിച്ചോണ്ടാ. ഉള്ളതാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിള്ളേര് നോക്കുന്നു. നോക്കട്ടെ നോക്കട്ടെ, എന്നായാലും നോക്കാനുള്ള. പിന്നെ ഈ ക്ലാസ്സിൽ ഞാൻ നോട്ട് ഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ കുഴയും. ആ, ചെള്ള വയ്ക്കുള്ളൂ. ആ, അപ്പുറത്തെ വീട്ടിൽ ആരും ഇല്ലേ? അവര് പുറത്തെവിടെ പോയിരിക്കുക. എന്താ വേണ്ടേ? ഞാൻ അവിടെ ഉള്ളവരെ കാണാവുന്നതാ. എവിടുന്ന് വരിക? എന്താ പേര്? എന്താ ഒന്നും മിണ്ടാത്ത? ഒന്നും മിണ്ടെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. എനിക്ക് അവരെ കാണാനുണ്ട്. ഞാൻ കുറച്ചേരം ഇവിടെ ഇരുന്നോട്ടെ. കുടിക്കാൻ എന്താ വേണ്ടേ? ചായ കൊണ്ടുവരട്ടെ? എന്നാ ജ്യൂസ് കൊണ്ടുവരട്ടെ? ഒന്നും വാങ്ങിച്ചയക്കരുതെന്ന് പറഞ്ഞ അയച്ചിരിക്കുന്നത്. എന്തോ ഈ പെണ്ണുങ്ങൾ ലോകത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പഠിക്കാൻ കോളേജിൽ പോയിരുന്നു. പെണ്ണുങ്ങൾ ഉണ്ടായാ പോരാ, ഇതുപോലുള്ള പെണ്ണുങ്ങൾ വേണം. നിനക്ക് സൗന്ദര്യം ആസ്വദിക്കാൻ അറിയാമെന്ന് നോക്കട്ടെ. നിനക്ക് ഈ കൊച്ചിന്റെ ഏത് അവയവമാണ് ഇഷ്ടപ്പെട്ടത്? ഉള്ളത് പറയാമല്ലോ. എനിക്കിഷ്ടപ്പെട്ടത് ആ കണ്ണുകളാ. നല്ല പെടമാൻ മിഴികൾ. പിന്നെ മുടിക്കെന്താ ഒരു കുറവ്? നല്ല പനങ്കൊല പോലത്തെ മുടിയല്ലേ. ആഹാ, പിന്നെ ഛെ, പിന്നെ ഞാനത് പറയണോ അളിയ? എന്നെ കൊണ്ടത് പറയിക്കണോ? ഹലോ, ഗുഡ് മോർണിംഗ്. നീ ചെയ്തേ ശരിയാ മോളെ, അങ്ങനെ തന്നെ വേണം. പെണ്ണുങ്ങളെന്ന് കരുതി ഒതുങ്ങാനുണ്ടല്ലോ ഇവന്മാര് നമ്മുടെ മെക്കിട്ട് കയറും. ഒരമ്മ എന്ന രീതിയിൽ അതൊരിക്കലും പറഞ്ഞു പഠിപ്പിക്കാൻ പാടില്ലാത്തതാണ്. കാര്യം അയാൾ പറഞ്ഞത് അനാവശ്യമോ തെറ്റോ ആയിരിക്കാം. പക്ഷേ പെണ്ണ് ആണിനെ തല്ലരുതെന്നാണ് സാമൂഹ്യ നിയമം. അവൾ ചെയ്ത തെറ്റൊന്നും അല്ല. അവളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ട. ഇങ്ങനെ വഴിയെ പോകുന്ന ആൺപിള്ളേർ എന്ത് പറഞ്ഞാലും മിണ്ടാതിങ്ങി കേട്ടേച്ച് പോരണോ? അതിന് മാണിക്യമംഗലത്ത് മാധവൻ നാളുടെ ചെറുമോളെ കിട്ടത്തില്ല. അവളുടെ അപ്പൂപ്പൻ മാണിക്യമംഗലത്ത് മാധവൻ. ഓ, ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാ. എടി മോളെ, നീ നാളെ പോകുമ്പോ റോഡിൽ കാണുന്നവരെ നിരത്തി തല്ലിയേക്കണം കേട്ടോ. തൃപ്തിയായല്ലോ? മാണിക്യമംഗലത്ത് മാധവൻ നായർ. എന്തിനടിച്ചിരിക്കുന്നേ?
ഇതിപ്പോ ഞാൻ എപ്പോഴാ കേൾക്കുന്നത്? ഒരു പാർട്ടിക്ക് വിളിച്ചിട്ട് മുഹൂർത്തത്തിന് മാറ്റി വെക്കുക. ഛേ, ഇങ്ങനെ തോന്നുമ്പോ മാറ്റി വെക്കാവുന്നതാണോ വിവാഹ വാർഷികം? എടി, പാർട്ടി നിശ്ചയിച്ചത് അവരാ, പാർട്ടി വേണ്ടാന്ന് വെച്ചതും അവരാ. പാർട്ടിക്ക് വിളിച്ചെങ്കിൽ പോയി വല്ലതും കഴിച്ച് പരദൂഷണം പറഞ്ഞിട്ട് പോരാമായിരുന്നു. ഇനി പാർട്ടി ഇല്ലാത്ത സ്ഥിതിക്ക് അവരവരുടെ പാട്ടിന് പോട്ടെ. അല്ല, നീ എന്തിനാ എങ്ങനെയാണ് ക്ഷോഭിക്കുന്നത്? എന്ന് വെച്ചാലേ ആണുങ്ങളെ പോലല്ല പെണ്ണുങ്ങളെ പാർട്ടിക്ക് പോകുന്നത്. എത്ര നേരം കൊണ്ട് ഡ്രസ് ചെയ്തെന്നറിയാവോ? ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന പട്ടുസാരിയാ വെറുതെ ഉടുത്ത് നാശമാക്കി. ഓ, അത് പറ. വിവാഹ വാർഷികം മാറ്റിയതല്ല പ്രശ്നം. ഈ പട്ടുസാരി ചുറ്റി 10 പേരുടെ മുമ്പിൽ പത്രാസ് കാണിക്കാൻ പറ്റാതെ പോയി. അയ്യോ. സാരി ഉടുക്കുന്നതാണോ ഇഷ്ടം? സൽവാർ കമീസ് ധരിക്കാറില്ലേ? ആഹാ, മുടി ഇങ്ങനെ ഇടുന്നതാണോ ഇഷ്ടം? പിന്നെ ഇടാറില്ലേ? എനിക്കതാണ് ഇഷ്ടം. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പാൻസ് ഇടുന്നതാണോ ഇഷ്ടം, അതോ മുണ്ടെടുക്കുന്നതോ? അതിരിക്കട്ടെ, നമ്മുടെ ഈ റെക്കോർഡ് ബന്ധം കോളേജിൽ ആർക്കെങ്കിലും അറിയാമോ? അല്ല, കോളേജ് ക്യാമ്പസിനകത്ത് പ്രേമാണ്. പെട്ടെന്ന് തീപ്പിരി പോലെ പറക്കും. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി വൃത്തിയായിട്ട് വരച്ചുകൂടെ? പടം വരയ്ക്കുവാണെങ്കിൽ തന്നെയും അത് വെറും സാറിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണെന്ന് വിചാരിച്ച് വരയ്ക്കരുത്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതൊന്നുകൂടി വരയ്ക്കണം. എന്ത് ചെയ്യാനാ സാറേ, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ താഴ്ന്നിരിക്കും. അതെ, നിലവാരം വളരെ താഴ്ന്നു പോയിരിക്കുകയാണ്. താഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചുമ്മാ പോടോ, ആശ്രയിപ്പിക്കാം. എന്നാൽ എന്റെ അമ്മണിക്കുട്ടി, എനിക്ക് വലിയ വിഷമമായിപ്പോയി. നിങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ട് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ലേ? അത് സാരമില്ല, ഒരാൾക്ക് അസുഖം വന്നാ എന്ത് ചെയ്യാൻ പറ്റും? അതെന്നെ, അവരച്ഛൻ ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് ദേഹം വേർത്ത് കയ്യും കാലും അങ്ങ് കുഴഞ്ഞു. എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അല്ല, ഇന്നലെ നിങ്ങൾ പുറത്തു പോയിരുന്നപ്പോ ഏതോ ഒരു കുട്ടി അന്വേഷിച്ചു വന്നിരുന്നല്ലോ. ആരാ കുട്ടി? അത് അവരച്ഛന്റെ ഒരകന്ന ബന്ധത്തിലുള്ളതാ. അച്ഛനും അമ്മയൊന്നും ഇല്ല, കൂടെ കൂടെ ഇവിടെ വരും. നല്ല മിടുക്കൻ കുട്ടിയാ. ഞാൻ പോട്ടെ അമ്മക്കുട്ടി. എടി, എന്താ കാര്യമെന്ന് പറ. എടി, നീ കാര്യം എന്താന്ന് പറ. കോളേജ് വിട്ട് ബസ് സ്റ്റോപ്പിൽ ഞാൻ ബസ് കാത്ത് നിൽക്കായിരുന്നു. അപ്പോ സെക്കൻഡ് എംഎക്ക് പഠിക്കുന്ന ഉഷ കാർ ഡ്രൈവ് ചെയ്ത് വന്നു. ഇതുവഴി പോകുന്നതായതുകൊണ്ട് ഞാനൊരു ലിഫ്റ്റ് ചോദിച്ചു. എന്റെ വണ്ടി ടാക്സി ചെയ്യില്ലെന്ന് അവൾ പറഞ്ഞിട്ട് പോയി. ബസ് സ്റ്റോപ്പിൽ നിന്ന് എല്ലാരും അത് കേട്ടു. എന്റെ പിറകെ നിന്ന് ആൺപിള്ളേര് കൂടുകയും ചെയ്തു. മോള് വിഷമിക്കാതിരിക്കും, ഒരു പരിഹാരമേ ഉള്ളൂ. നീ ഡ്രൈവിംഗ് പഠിക്കണം. നീ ഡ്രൈവ് ചെയ്ത് കോളേജിൽ പോണം. അതിന് ഡാഡി സമ്മതിക്കോ? ഡാഡി ഇപ്പോഴും സൈക്കിളല്ലേ പോകുന്നത്? എടി, ഡാഡിക്ക് എങ്ങനെ പോവാം, പക്ഷെ നമ്മള് മാണിക്യമംഗലം തറവാട്ടിലെ പെണ്ണുങ്ങളാ. നീ ഒരു കാര്യം ചെയ്യ്, ഡാഡിയോട് പറ, ബാക്കിയൊക്കെ മമ്മി നോക്കിക്കോളാം. ഡാഡി, ഡാഡി, നിനക്ക് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം ഡാഡി. എന്താ ഇപ്പൊ കാര്യം? ഡാഡിക്ക് അറിയാമോ കോളേജിൽ എത്ര കുട്ടികളാ ഡ്രൈവ് ചെയ്ത് വരുന്നതെന്ന്? അത് കാണുമ്പോ എനിക്കും കൊതിയല്ലേ. ഇന്നാള് ബസ്സിൽ പോകുമ്പോ കുറെ ആമ്പിള്ളേരിനെ കളിയാക്കി. എന്റെ മോളെ, ഈ ആൺകുട്ടികൾ പെൺകുട്ടികളെ കണ്ടാൽ കുറച്ചൊക്കെ കളിയാക്കും, അത് കൂട്ടത്തിലുള്ളതാ. അത് പറയുമ്പോ ആൺകുട്ടികൾക്കും ഒരു സുഖം, അത് കേൾക്കുന്ന പെൺകുട്ടികൾക്കും ഒരു സുഖം. നല്ല അച്ഛൻ ഇങ്ങനെ തന്നെ വേണം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. കളിയാക്കുന്നതേ ആണുങ്ങൾക്ക് സുഖം കാണും, പെണ്ണുങ്ങൾക്ക് ഒരു സുഖമില്ല. നിനക്ക് കാണത്തില്ല, കാരണം ഇന്നും നിന്നെ സ്ത്രീകളുടെ വർഗത്തിൽ ഞാൻ പെടുത്തി. തമാശ പറയുന്നത് കേട്ടോ, അവള് പറഞ്ഞ നേരാ. അവൾക്ക് പഠിക്കണം. എന്തോന്ന്? അവൾക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്നേ. എന്റെ മോക്ക് ബസ്സിൽ പോകേണ്ട കാര്യം എന്താ? അവള് കാർ ഓടിച്ചു പോയാലല്ലേ മാണിക്യമംഗലത്ത് മാധവനാരുടെ വില അറിയത്തുള്ളൂ. അത് ശരി. അല്ല, ഇത്ര ബുദ്ധിമുട്ടെന്താ? വർഷോപ്പ് മേസ്ത്രി വിളിച്ച് പറഞ്ഞാ പോരെ? ഞാൻ പറയാം. മോളെ, ഈ ലോകത്ത് മുഴുവൻ ഭരിക്കുന്ന നിയമം ആണുങ്ങൾ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്.
അത് കാറിന്റെ കാര്യത്തിൽ മാത്രമല്ല, വീട് ഭരണത്തിലും ആണുങ്ങളാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. പക്ഷെ നീ കണ്ടുപഠിച്ചത് പെണ്ണുങ്ങൾ ഡ്രൈവ് ചെയ്ത് ജീവിക്കുന്നതായിട്ടാണ്. അതത്ര നല്ല പോക്കല്ല. ഏതായാലും നിനക്കും നിന്റെ മമ്മിക്കും നിർബന്ധമാണെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചു വെച്ചോ. പക്ഷെ ഒരു കാര്യം, റോഡേ നടന്നു പോകുന്ന മനുഷ്യർക്കോ എതിരെ വരുന്ന വാഹനങ്ങൾക്കോ നീ മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ ചെറുമകളാണെന്നുള്ള കാര്യം അറിയാമെന്ന് ധരിക്കരുത്. മോളെ, ഞാൻ സംസാരിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാളെ തൊട്ട് രാവിലെ 8 മണി മുതൽ നീ ഡ്രൈവിംഗ് പഠിച്ചോ. ഹലോ, എക്സ്ക്യൂസ് മീ. ഇവിടെ ആരും ഇല്ലേ? ആരും വന്നില്ല. അകത്താരും കിടക്കുന്നുണ്ടല്ലോ, ഒന്ന് വിളിച്ചേ. ഇന്നലെ താമസിച്ചാണെന്നോ? ഓണത്തെ ആൾക്കോളെ. അത് സാരമില്ല, ഞാൻ പറഞ്ഞോളാം. എനിക്ക് പോകാൻ തിരക്കുണ്ട്, ഒന്ന് വിളിച്ചേ. രാവിലെ 8 മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു പെണ്ണുമ്പിള്ള അവന്റെ 1000 തവണ പറഞ്ഞു. ഇത് എവിടെ നിന്നുള്ളതാ? ഏയ്, എന്താ മിസ്റ്റർ, മനുഷ്യരെ വിളിച്ച് കുരങ്ങളിപ്പിക്കുകയാണോ? ഡ്രൈവിംഗ് പഠിപ്പിക്കണമെന്ന് മമ്മി ഇന്നലെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തതല്ലേ? ഞാൻ വന്നിട്ട് എത്ര നേരമായെന്ന് അറിയാമോ? എത്ര മണിക്ക് വരാനാ പറഞ്ഞത്? 8 മണിക്ക്. ഇപ്പൊ മണി 8:30 ആഹാ, അരമണിക്കൂർ വ്യത്യാസമല്ലേ ഉള്ളൂ. രാജസാരത്തിനാണെങ്കിലും അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസെഷൻ ഉള്ളതല്ലേ. എനിക്ക് 9 മണിക്ക് കോളേജിൽ പോകാനുള്ളതാ. ഞാൻ ഒന്ന് പല്ല് തേച്ചോട്ടെ. ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ പല്ല് തേക്കുന്ന ദുശീലം എനിക്കുണ്ട്. ഒന്ന് ഇരുത്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ സൗകര്യങ്ങളൊക്കെ എത്രയൊക്കെ ഉള്ളൂ. ഞാനിപ്പോ ഉടനെ വന്നേക്കാം.